വെൽക്കം ബാക്ക് ടു vtube ചാനൽ. ഇന്നിതാ ഞാൻ വളരെ വ്യത്യസ്തമായൊരു കറി ആയിട്ടാണ് വന്നിട്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. ഇത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് പിന്നെ അതുപോലെ പൈൽസിൻ്റെ അസുഖമൊക്കെ ഉള്ളവർക്ക് അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു കറിയാണ് കേട്ടോ. ഇതിന് എരിവെല്ലാം വളരെ കുറവാണ്. അപ്പം ഈ അടിപൊളി കറി, ഹെൽത്തി കറി, എല്ലാവർക്കും നല്ലത് തന്നെ കേട്ടോ. അപ്പോൾ ഈ ഹെൽത്തി കറി ഉണ്ടാക്കാൻ എങ്ങനെയാണ് നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചതെന്നൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഒറ്റ മിനിറ്റ് അതിൻ്റെ മുന്നേ ഇതാ നിങ്ങൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാ ഈ അടിപൊളി കറിയിലേക്ക് തന്നെ പോകാം. ചേനയെല്ലാം കഴുകി നുറുക്കി കഷ്ണങ്ങളാക്കി നല്ലപോലെ ഒന്നുകൂടി കഴുകി വെച്ചതാണ്. ഇതാ ഞാൻ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്നാക്കാലോ കറി. എന്താണെന്നറിയോ, ചേന അടുപ്പത്തിട്ടാൽ പിന്നെ നല്ലോണം തിളയ്ക്കണം. ചേന, ചേമ്പ് അതൊക്കെ, അല്ലെങ്കിൽ ഇത് വാടിപ്പോവും. അപ്പം ഞാൻ വെള്ളം മാത്രമേ വെച്ച, വേറെ ഒന്നും ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കട്ടെ. മൂടി വെക്കാം നമുക്ക്. തിളച്ചതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടുക. അപ്പോൾ തീ നല്ല പോലെ കത്തണം കേട്ടോ. ഇപ്പോൾ ഇതാ ചേന തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൽ കുറവ് മുളക് പൊടി കേട്ടോ, പിന്നെ പാകത്തിന് ഉപ്പും. ഇതെല്ലാം കൂടെ ഇട്ടു. ഇനി എല്ലാം കൂടെ ഒന്ന് വേവട്ടെ. വീണ്ടും മൂടി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതാ ഒരു മുറി നാളികേരം ചിരകിയത് കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു 2 പിടി ഉണ്ടാവും. ഇത് കുറച്ച് വലിയൊരു മുറിയാണ്. പിന്നെ ഇതാ 4-5 വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ പോലെ ജീരകം. എന്നിട്ട് ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് തൈര്, നല്ല പുളിയില്ലാത്ത തൈര് ഒഴിക്കണം. നിങ്ങളതിൽ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് തൈര് ഒഴിക്കുക, ബാക്കി വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പം വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ചുകൂടെ ഇതിൽ ഒഴിച്ചെടുക്കട്ടെ. എന്നിട്ടിത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതാ തേങ്ങ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പത്തേക്ക്, ഇത് അടുപ്പിലിപ്പം വെള്ളമെല്ലാം വെറ്റി കറക്റ്റായിട്ടോ. ഞാൻ ഇടയിൽ തീ വന്ന് കുറച്ച് തണിച്ച് വെച്ചു, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റാണ്. ഇനി ഒന്ന് ഇളക്കി കൂട്ടുക. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒഴിക്കുക. കുറച്ച് വെള്ളം, മിക്സിയുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് പറ്റെങ്കിൽ ഇതാ സൈഡിൽ വെച്ച് ഇങ്ങനെ ഉടയ്ക്കണേ. അടിയിൽ ഉടച്ചാൽ കുടുക്ക പൊട്ടിപ്പോകും. അപ്പം എപ്പോഴും നമ്മൾ കുടുക്കേൻ്റെ സൈഡ് കൂട്ടിയിട്ട് ഉടയ്ക്കാവും. ഇങ്ങനെ കഷ്ണങ്ങൾ ഉടയ്ക്കണമെങ്കിൽ, അല്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ കേട്ടോ. ഇനി അതിലേക്ക് ഇതാ ഒരു 2 തണ്ട് കറിവേപ്പില, കറി ലീവ്സ്. അപ്പം ഇതും കൂടെ ഇട്ട് കൊടുക്കുക. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവാട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം കേട്ടോ. നിങ്ങൾ ഒറ്റ കൈ കൊണ്ടൊന്നും എടുക്കണ്ട കേട്ടോ, അതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. ഇനി ഇതിലേക്ക് ഒരു വറവും കഴിക്കണം, അതുവരെ ഇത് മൂടി വെക്കാം നമുക്ക്. പിന്നെ അതിലേക്ക് ഞാനിതാ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. മോര് കറിക്ക് ഉലുവ ഇട്ട് വറുത്തിട്ടാൽ നല്ലതാണ് കേട്ടോ. ഉലുവയൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമുക്കിതാ 2 കാശ്മീരി ചില്ലി, ഇതിന് എരിവൊന്നും ഉണ്ടാവില്ല അധികം കേട്ടോ. ഇത് കൂടെ ഒന്ന് ഉടച്ചിടാം. ഇതാ ഉലുവ പൊട്ടി വരണ്ട. ആ സമയത്ത് നമുക്കിത് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കറി ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ മൂടി വെച്ച് കളയണം, അല്ലെങ്കിൽ ഇതിൻ്റെ മണമെല്ലാം പോകും കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നിൽക്കട്ടെ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എന്താ ഒരു സ്മെല്ല് അറിയാം. ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കോരിയെടുക്കാം. ഇതിന് നമ്മൾ സ്റ്റീൽ കയ്യിലൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. പാത്രങ്ങൾ അതുപോലെ മോര് കറി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ മൺചട്ടി, ഗ്ലാസ് വേസ്,
ഇങ്ങനെ കയ്യിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഒന്ന് ഷെയറൊക്കെ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.